മധുകണങ്ങൾ നുകരുവാനായി ശലഭമേ നീ പോയോ, സ്മൃതി പരാഗ തരികൾ നിന്റെ ചിറകിലുണരില്ലേ, നാഥാനിൻ പ്രേമവനിതൻ ഓരത്തായി വിരിഞ്ഞലിയുവാൻ കൈക്കുമ്പിൽ കൂപ്പിയെരിയും ഒരേ കാന്ത സൗഗന്ധികം. രമ്യം നന്ദനവന അരമ്യോ ചൈത്രതരു കാമ്യം നിനയ്ക്കുന്നതിൽ സാമ്യം അല്ലിതോ രണ്ടും. സമയനദിയിൽ അലസമൊഴുകും നിമിഷ നൗകയിലേറി ഒരു കിനാവിൽ വരിക വീണ്ടും നിശയിൽ നീലിമയിൽ. ദേവാനിൻ പാദപതനം ചാരത്തായറിഞ്ഞുണരുവാൻ ഈ ജന്മം കൂടിയണിയാം ഹേമന്ത നിദ്രാവരം. വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ, സജലമിഴികൾ തേടുകയാൽ ഹൃദയനാഥാവരൂ, വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ. തനനം തനനം തനനനനാ കീർത്തി, എന്തോ നമ്മുടെ രമ്യ ചേച്ചി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ പാട്ട് ഈ ഒരു റൗണ്ടിന് സെലക്ട് ചെയ്തത്? എൻ്റെ ഒരു ജോണർ ഏകദേശം ഇതേ പോലെയാണ്. ഈ പാട്ട് തന്നെ ഒരുപാട് മുന്നേ പാടിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊരു അതിനുശേഷം ഒരുപാട് സ്റ്റേജിൽ പാടി അല്ലേ? അതെ. ഓക്കെ, ചോദിക്കാം, നമുക്ക് ചോദിക്കാം. ഷാനിക്ക, കീർത്തി എന്തോ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ.
രമ്യയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം പാട്ടുകളെ പാടിയിട്ടുള്ളൂ, അതെ. പക്ഷെ പാടിയതൊക്കെ ഹിറ്റാണ്. ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് തുടങ്ങിയത്. അതെ. ആണ്ടിലോണ്ടെന്ന് തുടങ്ങി പിന്നെ അവളെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത പാട്ടുകാരിയാണ്. ഓഫ് കോഴ്സ് ആക്ട്രസ്, ഡാൻസർ, അങ്ങനെ സകല കലാ വല്ലഭി. അതെ. നന്നായിട്ട് പാടി കേട്ടു. നല്ല രസമുണ്ടായിരുന്നു. കോറസും നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്നെ ഒന്ന് നോക്കിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെന്തായിരുന്നു ആ വരി? എന്തോ ഒരു ഹൃദയനാഥ്. നിക്ക്, അതൊന്നും കൂടെ ഞങ്ങൾക്ക് ഇവിടെ കേക്കണം അല്ലേ? ഹൃദയനാഥ വരൂന്ന് ഒന്ന് പാടിക്കേ. സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ. ജീവിതം തുലയ്ക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. നല്ലായിരുന്നു കീർത്തി. ഒന്നാമത് ഇതിന്റെ വോയിസ് മോഡുലേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാട്ടിന്. അത് രമ്യ അതുപോലെ തന്നെയാണ്. എല്ലാ ഈ പാട്ടിനനുസരിച്ച് ഏത് പാട്ടാണെങ്കിലും അതിനനുസരിച്ച് അവള് മോഡുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കീർത്തി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള ഒരു കംപ്ലൈന്റ്, ബാക്കി എല്ലാം അടിപൊളിയാണ്, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ചില എൻഡ് നോട്ട്സ് മാത്രം ഹിറ്റ് ചെയ്യുന്നില്ല. അത് മാത്രം എനിക്ക് വേറെ ഇപ്പം സജല മിഴികൾ തേടുകയായി അതിന്റെ ആ എൻഡ് അങ്ങ് കാറ്റില് അങ്ങ് പോവാണ്. ഞാൻ അത് മാത്രം, അതുപോലെ ശലഭമേ നീ പോയോ, ആ യോന്റെ എൻഡ് നോട്ട്. അപ്പൊ ഈ എൻഡ് നോട്ട്സും ഒരു ബ്രെത്ത് മാനേജ്മെന്റ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കീർത്തി. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വോയിസ് മോഡുലേഷൻ. എവറിത്തിങ് യു ഡൺ. ഓൾ ദി ബെസ്റ്റ്. ഹൃദയനാഥന്റെ കംപ്ലൈന്റ് അല്ലേ, കുഴപ്പമില്ലാന്നല്ലേ? ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് കണ്ണടച്ചു. ആണല്ലേ? ഓക്കെ, ശരത് സാർ. കീർത്തി, എന്തൊക്കെയാലും രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരിയെ എനിക്ക് ചുമ്മാതെ അവിടെ ഇരുന്ന് മണ്ടത്തരായിട്ട് പാടിയപ്പോൾ കണ്ടുപിടിച്ച് ഞാൻ പാടിച്ചതാണ് ആണ്ടയിലുണ്ട്. അപ്പോൾ അതെനിക്ക് അവിടെ ഒരു സ്റ്റൈല്, അവരുടെ ടോൺ എനിക്കൊരു ഡിഫറെൻ്റായിട്ട് തോന്നി വിളിച്ചതാണ്. ഞാനിത് ഈ പാട്ടൊക്കെ പാടിയതിന് ശേഷം ഞാൻ രമ്യ അടുത്ത് പറയുകയും ചെയ്തു, നിന്നെ മുട്ടിയിട്ട് നടക്കാൻ വയ്യല്ലോ രമ്യൻ, വലിയൊരു അബദ്ധമായി പോയല്ലോ ഞാൻ ചെയ്തത്. പക്ഷേ നല്ല പാട്ട് അവൾ ഉഗ്രമായിട്ട് പാടുന്ന ഒരാളും കൂടാണ് രമ്യ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്താ പറയണ്ടത്, ഇത് എഴുതിയത് റഫീഖ് അഹമ്മദ്, നമ്മുടെ ചങ്കാണ് അണ്ണാച്ചി, കുറേ ഇഷ്ടമാണ് എനിക്ക്. അതിൽ ഇത് കമ്പോസ് ചെയ്ത രാഹുൽ, അത് അതിൻ്റെ അപ്പുറത്തെ ഒരു ചങ്കോത്സവമാണ് ഇപ്പോൾ ഈ പാട്ട്. ഇപ്പം എനിക്ക് കുറേ ഇഷ്ടമാണ്. പിന്നെ രമ്യ പറയേണ്ട കാര്യമില്ല, പിന്നെ ഉദയൻ, എല്ലാവരും ചേർന്ന് മനോഹരമാക്കിയ ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി കീർത്തി. എനിക്കുള്ള ഒരൊറ്റ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സജല മിഴികൾ തേടുകയായി, എന്താണ് അതിൻ്റെ എൻഡ് നോട്ട് എന്താണ്? സജല മിഴികൾ തേടുകയായി ആണോ? സജല മിഴികൾ തേടുകയായി മാറ്റുക ഇല്ലേ? അപ്പൊ അത് പാടണ്ടേ? പിന്നെ അതുപോലെ തന്നെ മധുഗണങ്ങൾ നല്ലന് ബെൻഡുണ്ടോ? ബെൻഡ് വേണമെങ്കിൽ അത്രേ ഉള്ളൂ. അത് മതിയല്ലോ. അത് പറഞ്ഞാൽ ഒരു നോട്ട് മാതിട്ട് ഗാന്ധാരം വരെയാണത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കണം. പിന്നെ അപ്പൊ അത് പാടണ്ടേ? ഇത് രണ്ട് സ്ഥലത്തും അതേ ഏരിയയാണ്, അത് ശരിയായിക്കൊള്ളണം. പിന്നെ ശലഭമേ അതൊന്ന് പാടാമോ നന്നായിട്ട്? ശലഭമേ നീ പോയോ, എല്ലാം ഫിനിഷ് കറക്റ്റാണ്. എന്താ ആ നോട്ടിലേക്ക് എത്തണം കൃത്യമായിട്ട്. പിന്നെ ചിറകിൽ ഉണരില്ലേ, ചിറകിലുണരില്ലേ, അത് ക്ലാരിറ്റി നീ. അപ്പൊ അത് ഓസിലേഷനൊക്കെ ക്ലാരിറ്റി വേണം. സമയനദിയാണ്, സമയനദി എന്ന് പാടിയിട്ടുണ്ട്. അത്ര അവർക്ക് വെള്ളപ്പൊക്കമായിരിക്കും നദിയിൽ വെള്ളം പൊങ്ങിയിട്ട്. സമയനദി അത്രയൊക്കെ ഉള്ളു. ഇരിക്കി അവസാനത്ത് തക്കത്തക്കിട്ട അത് പറയുമ്പോ എന്താണ് ഒരു സ്പെഷ്യൽ വികാരം ആ മുഖത്തും ഞാൻ കണ്ടു. ഒരു എന്താ പറയുക, ഒരുത്തനെ അടിച്ച് കൊല്ലാനുള്ള ഒരു ആക്രാന്തം. അത് 2 തവണ എനിക്കത് ഞാൻ നോക്കിയപ്പോ എന്തായിരുന്നു അത്? അത് ഞാൻ
ജന്മനാ ചെമ്പയിൽ അങ്ങനെയാണ്. പഠിച്ച സമയത്ത് മൃദംഗായിരുന്നു സബ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് ചൊല്ല് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് വന്നത്. അതിനു മുമ്പുള്ളതും ചൊല്ല് പറയുമ്പോൾ ഇത്രയ്ക്കൊരു ആവേശമില്ലായിരുന്നു. ആ ഒന്ന് തള്ളി തകിട്ട പറയുമ്പോൾ എന്താണ് ഇത്രയ്ക്ക് ഒരു ഭീകരാവസ്ഥ ഫീൽ ചെയ്തു എനിക്ക്. പക്ഷെ അത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു സർ. കാര്യം സ്റ്റേജിലൊക്കെ പാടി അങ്ങനെ ആയതാണെന്ന് തോന്നുന്നല്ലേ? ആണോ? അതെ സർ. ആ പറയൂ. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് സംസാരിപ്പിച്ചിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നോ? യെസ് സർ. അതെ. എന്താ? ഒന്നുമില്ല. ഐ ലവ് യു ചക്കരെ. ഐ ലവ് യു ടു സർ. നന്നായിട്ട് പാടി, Thank you, sir. താങ്ക് യു സർ. ചേച്ചി കീർത്തി എന്തോ ചേച്ചി? നന്നായി പാടി. താങ്ക് യു ചേച്ചി. ഇതൊരു ഡിഫറെന്റ്, ഒരു യുണീക്ക് വോയിസ് ഉള്ള ഒരാളുടെ പാട്ടാണ്. അതെ. അപ്പം രമ്യ ഈ ഒരു പാട്ട് വളരെ സൂപ്പർ ഹിറ്റായ ഒരു സോങ് ആണ്. രമ്യ വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. രമ്യയുടെ വോയിസിലാണ് രമ്യ അത് പാടിയിരിക്കുന്നത്. അതെ. രമ്യ സംസാരിക്കുമ്പോഴായാലും രമ്യ ഏത് പാട്ട് പാടുമ്പോഴും ആ വോയിസാണ്. അപ്പം ഇതില് കീർത്തി, എനിക്ക് തോന്നിയ ഒരു കാര്യം, കീർത്തി ഭംഗിയായിട്ട് പാടുന്നുണ്ട്. കീർത്തിയുടെ ഒരു എൻതൂസിയാസം, അത് പാടാനുള്ള ഒരു നേരത്തെ പറഞ്ഞ ത്വര, അത് പാടി ഫലിപ്പിക്കണം, അത് ആഗ്രഹം, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. കീർത്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളതും ആ ലാസ്റ്റിൽ ജതി വരുമ്പോഴത്തേക്ക് ആ ചൊല്ല് പറയുന്നതും അതൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ലൗഡായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, മോളുടെ വോയിസ്, നമ്മൾ ഇത്തരത്തിലൊരു വോയിസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഏറ്റവും റോ ആയിട്ട് പാടുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അകത്തൊരു സോൾ, ഒരു ഫീല് വരും. ആ ഫീൽ നമ്മൾ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തണം. ഇത് വിജന സുരഭീവാടികളിൽ അങ്ങനെയും പാടാം, പക്ഷെ അതിലൊരു ഭയം കൂടെ വരും. നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല, ആ വോയിസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ പിക്ചറൈസേഷനൊക്കെ കണ്ടിട്ടില്ല, എന്ത് മനോഹരമായിട്ടാണ് ശരിക്കും രമ്യ എന്നല്ലേ അഭിനയിച്ചിരിക്കുന്നത്. ആ ഡാൻസ് ചെയ്തിരിക്കുന്നതും ആ ഫീൽ കൊണ്ടുവന്നു. അപ്പോൾ ഷീസ് ആൻ ആക്ട്രസ്. അപ്പം അതും കൂടി ഒരു എക്സ്ട്രാ എലിമെന്റ് ഉണ്ട്. പാടുമ്പോഴത്തേക്ക് ആ ഒരു ചിന്ത അതിലേക്ക് പോകും. അപ്പം മോൾക്കതിൽ പാടുമ്പോൾ ചില ഭാഗങ്ങൾ അതിൻ്റെ എൻഡിങ്സ് ഒക്കെ ശ്രുതി ചേരായിക തോന്നി ചില ഭാഗങ്ങളിലൊക്കെ. അത് കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് ഈ നോട്ട്സ് ഇത്രയും പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ നോട്ട്സിനൊരു വികാരമുണ്ട്. നമ്മൾ ആ തിങ്കിങ് സിനിമയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയില്ലെങ്കിൽ പോലും ആ നോട്ട്സിനൊരു വികാരമുണ്ട്. അത് ചേർന്ന് വരുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അത് ഒരു അറ്റാക്കിംഗ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ യുദ്ധത്തിനല്ല പോകുന്നത്. അപ്പം ആ ഒരു ഫീല്, വോയിസിൻ്റെ നമ്മുടെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫീലിൽ അത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. അത് മോളൊന്ന് ശ്രമിക്കുക. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ശരത് സാറും ഷാനും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കോറസും എല്ലാവരും ചേർന്ന് ഇത് ഗംഭീരമാക്കി. ഓർക്കസ്ട്രയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ശ്രുതി ചാലഞ്ചിൽ തരക്കേടില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ കീർത്തി കമന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഈ ഒരു പാട്ടിനുള്ള ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഡാൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കീർത്തി നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസർ ആണ്. നമുക്ക് കീർത്തിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒന്ന് കാണാം. ഇല്ലേ? പിന്നെ കീർത്തി റെഡി? ഇവനെ വിട്ട് കളിയില്ല. ചെല്ലു ഹൃദയനാഥ. കീർത്തി ഹൃദയനാഥൻ നാണം കൊണ്ട് ഇവിടെ കുളയുന്നേ. അല്ല, ഹൃദയനാഥന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നു, നഖം കടിച്ച് നാണിച്ചിട്ട്. അല്ലേ കീർത്തി, ഈ പാട്ട് കംഫർട്ടബിൾ ആയിരുന്നു ഡാൻസ് ചെയ്യാൻ? അല്ല സാർ, അതവരവന് കണവണാന്നിരുന്നു. അതെ. വേറെ എന്തെങ്കിലും പാട്ടുണ്ടോ? വേറെ ഏത് ഇട്ടാലും കുഴപ്പമില്ല.
ഒന്ന് ഒരു ഉണർത്ത് പാട്ട്. പക്ഷെ കുഴപ്പമില്ല, അവർക്ക് ഡപ്പാങ്കുത്ത് സോങ്സ് കിട്ടിയാൽ കുറച്ചുകൂടെ പൊളിക്കും എന്ന് പറയുന്നത്. ഓക്കെ പൊളിക്കട്ടെ. രചിത്തേട്ടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കീർത്തി. അന്ന് അങ്ങോട്ട് ചെല്ലേ. കുറച്ചു നേരം ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞു. അല്ല, പ്രാണനാഥൻ അങ്ങോട്ട് വരും ഇപ്പോ ഡാൻസ്. വരുന്നോ? ഇല്ല ഒന്നിച്ച് ഇല്ല, ഞാൻ എക്സ്പ്രഷൻ ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ആസ്വദിച്ചിട്ട്. ആ അപ്പടി പോട് ഷാൻ, അപ്പടി പോട്. അറിയാ നല്ലോണം. அப்படி போடு 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 அஸ்தி போடு கண்ணாலே இப்படி போடு 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 இழுத்து போடு கையாலே உன்னோட ஊருக்கு உப்பு மூட்டை ஏறிக்கிற உன்னோட கண்ண பொதி கண்ணா மூட்டி ஆடவர இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா അപ്പൊ ഇതായിരുന്നു വേണ്ടത്. ഓ അടിപൊളി. ഇപ്പൊ സെറ്റായി. സെറ്റേഷ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ചോദിക്കാം. ഹൃദയനാഥ കീർത്തി എന്തോ സർ. 8.9. താങ്ക് യു സർ. താങ്ക് യു മാം. ക്യാ ഹോ രഹാ ഹൈ വിക്രം ഘോർപടെ. ഒരു മാമിനെ നോക്കിയ ഹൃദയനാഥ എന്ന് വിളിച്ചോണ്ടിരുന്നു. ഒരു മാമൻ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ. യെസ്, 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി എന്റെ ഹൃദയത്തിലുള്ള മാർക്സ് ഇതാ ഞാൻ ഈ കടലാസിൽ എഴുതിയിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറിൽ ഈ കുടത്തിലിടുന്നുണ്ട്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.7. താങ്ക് യു. ഓക്കെ ഡാ, ഓൾ ദ ബെസ്റ്റ്.